ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവില്ലേ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ സ്ട്രോക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അരിഭക്ഷണം ഒഴിവാക്കണം. അരിഭക്ഷണം കഴിച്ച് ശീലിച്ചവർക്ക് അത് തന്നെ കഴിക്കണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതേ ടേസ്റ്റ് തരുന്നതും പിന്നെ അതിലേറെ ഗുണങ്ങൾ തരുന്നതായി കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ദോശ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഈ ദോശ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഷുഗർ ഒക്കെ ഉള്ളവർക്ക് മെയിൻ ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട്, തടി കുറക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ദോശ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പൊ നമ്മുടെ ദോശ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുപയറും ഉഴുന്നാണ് കേട്ടോ. സമമായിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ 4 മണിക്കൂർ കുതിർത്തെടുത്തതാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പിലയും ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളയുടെ പകുതിയും കൂടെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം എന്താണോ, ഒരുപാട് ലൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ദോശക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റ് ദോശമാവിന്റെ പരുവത്തിൽ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊരു അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് ഇത് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. കൂടുതൽ അരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പശയായി പോവും. അതുകൊണ്ട് ഞാൻ ചെറിയ തരിതരിപ്പോടെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ അത് നല്ല തിക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഒന്ന് ലൂസ് പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ ദോശയുടെ മാവിന്റെ അതേ പരുവത്തിൽ തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ദോശ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നോൺ സ്റ്റിക്ക് പാനിലാണ് ചുടുന്നത് എങ്കിൽ ദോശ കുക്കായി വരാനുള്ള ടൈമിൽ മാത്രം നിങ്ങൾ ഓയിൽ അല്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാന് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ മാവ് ഞാൻ കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 3 ദോശയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ നോർമൽ ദോശയെക്കാട്ടിലും ഒരല്പം വേവ് കൂടുതലാണ് കേട്ടോ ഈ ദോശക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഹെൽത്തി ദോശയും അതുപോലെ തന്നെ എഗ്ഗ് വെറുതെ കുരുമുളകും ഒരല്പം ഉപ്പും ചേർത്തുകൊണ്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ദോശന്റെ മാവ് തയ്യാറാക്കുന്നത് പോലെ രാത്രി അരച്ചിട്ട് രാവിലെ വരെ എടുത്തു വെക്കൊന്നും വേണ്ട കേട്ടോ. ഇതിനുള്ളത് നമ്മൾ എപ്പോഴാണോ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നത് വെച്ചാൽ ആ സമയത്ത് നമ്മൾ അരച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈസ്റ്റോ സോഡയോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഒരല്പം ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിഭക്ഷണത്തിന്റെ ഒരു ഫീലും കിട്ടുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും പറ്റും കേട്ടോ. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.